ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൗദി അറേബ്യയിലെ ഒരു വെള്ളിയാഴ്ച ദിവസം കേട്ടോ. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വെള്ളിയാഴ്ചയാണല്ലോ ലീവ് കിട്ടുക. ചേട്ടായിനെ കൊണ്ട് ഞാൻ ലീവ് എടുപ്പിച്ചു. എനിക്ക് ഓൾറെഡി ലീവായിരുന്നു. അപ്പോൾ നമ്മുടെ റൂം ഒന്ന് കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ കിടന്നിരുന്നൊക്കെ പഴയ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ബെഡും അതുപോലെ തന്നെ പുതിയ അലമാരയും ഡ്രസ്സിങ് ടേബിളും ഒക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എത്ര നാൾ നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ പഴയ സെറ്റുകൾ മേടിച്ചിരുന്നതിനേക്കാളും നല്ലതാണല്ലോ പുതിയത് മേടിക്കുന്നതെന്ന്. കുറച്ചുകൂടി എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിച്ചത്. കാണാനൊരു ലുക്കുണ്ട്, പഴയ സാധനം യൂസ് ചെയ്യാൻ വേണ്ട. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് പഴയതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കങ്ങനെ നമ്മുടെ റൂമിൽ കയറുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ കിടക്കുന്നതാണ് നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു, 6-7 മാസമായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്ര നാൾ ഞാൻ മേടിക്കാതിരുന്നത് കയ്യിൽ കുറച്ച് കാശാവട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയ്യിൽ കുറച്ച് കാശാകുമ്പോൾ നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാശായപ്പോൾ പഴയതൊക്കെ പുറത്തട്ടി നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്തായാലും കുറേ സ്പേസ് കിട്ടി. കാരണം ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെക്കാനാണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് കൊള്ളാൻ പറ്റുന്ന കുറച്ച് വലിയ അലമാരയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് എന്തായാലും നല്ല ഭംഗിയായിട്ട് തോന്നി. കാരണം ഇങ്ങനെ വലിച്ചു വാരിയിടേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതേപോലെ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അത്ര സാധനങ്ങളൊന്നും ഇല്ല. നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം സൗദിയിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ഡ്യൂട്ടിയാണെന്നുള്ളത് അറിയാമല്ലോ. ഡ്യൂട്ടിയാണ്, പിന്നെ പുറത്തൊക്കെ പോകുന്നത് വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 2-3 പെയർ ഡ്രസ്സാണ് നല്ലത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പേരോടൊക്കെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ മാത്രം ഡ്രസ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ഡ്യൂട്ടിയിലല്ലേ, യൂണിഫോം അല്ലേ എന്നൊക്കെ. ഞാനിപ്പോൾ നമ്മളെവിടെയും പുറത്തൊന്നും പോയില്ല എന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ മിക്ക ദിവസങ്ങളും പുറത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഡ്രസ്സ് വളരെ കുറവാണെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാറുമുണ്ട്. പിന്നെ നാട്ടിൽ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോരാൻ നേരത്തുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, എല്ലാം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അവിടെ കുറേ ഡ്രസ്സുകളും ഞാൻ എപ്പോഴും മിൻട്രയിൽ നിന്നൊക്കെ ഭയങ്കര ഓർഡറിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുർത്തീസൊക്കെ അത്യാവശ്യം നല്ല കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുർത്തീസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചുരിദാർ, സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ ചുരിദാറൊന്നും ഇടാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ജീൻസും ടോപ്പും മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടായുടെ കുറേ ഡ്രസ്സൊക്കെ ഇവിടെ വന്നപ്പോൾ ചീത്തയായി. കാരണം ചീത്തയെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ വന്നപ്പോൾ വണ്ണം വെച്ചു. അപ്പോൾ പുള്ളിക്ക് അത് ചേർത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെടുക്കാം, എനിക്ക് എന്തായാലും ജീൻസിന് കുറച്ച് ടീഷർട്ട് മാറി മാറി ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നല്ലതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ പുള്ളിനെ കൊണ്ടെല്ലാം ഇടിയിപ്പിച്ച് നോക്കി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും വൈകുന്നേരമാണ് പോകുന്നത്. അപ്പം ഞാൻ പുള്ളിൻ്റെ ഓഫീസിലോട്ട് പോയി ഡ്രസ്സ് എടുത്തിട്ട് പോകുമ്പം അത് നല്ലതാണോ ചീത്തയാണോ പാകാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇടിയിപ്പിച്ച് നോക്കി സെറ്റാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അപ്പം ഞങ്ങൾ അതിനിടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, ഡ്രസ്സുകളൊക്കെ മേടിക്കണം, ഡ്രസ്സൊക്കെ വളരെ കുറവാണ്, ഉള്ളതൊക്കെ ടൈറ്റായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെ ഡ്രസ്സ് എടുക്കൽ എനിക്ക് വലിയ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു നല്ല കളക്ഷൻസ് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് കുർത്തീസിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അപ്പം നാട്ടിൽ പോയിട്ട് നമുക്ക് എടുക്കാം, നമുക്ക് ഇവിടെ നിന്നൊന്നും എടുക്കണ്ട, നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും കുറേ സാധനങ്ങൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ട്രെൻഡിങ്ങിലായിട്ട് അത്യാവശ്യം നല്ല ഐറ്റംസ് കിട്ടും. കുർത്തീസും അതുപോലെ ചുരിദാറാണെങ്കിലും ഇനിയിപ്പോൾ ജീൻസിൻ്റെ ടോപ്പാണെങ്കിൽ ഓക്കെ, ജീൻസും ടോപ്പൊക്കെ ഇവിടെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കിട്ടുന്നതെന്ന് തോന്നി എനിക്ക്. ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലത് കിട്ടും. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കുർത്തീസൊക്കെ എപ്പോഴും നാട്ടിൽ നിന്ന് തന്നെ മേടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയാം, നാട്ടിൽ ചെല്ലുമ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. ഇവിടുന്ന് ഇനിയിപ്പോൾ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോഴല്ലേ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടിരിക്കാം. സത്യം പറഞ്ഞാൽ മടുത്തു കേട്ടോ. കാരണം ഒരു വെള്ളിയാഴ്ച കിട്ടിയിട്ട് നമ്മൾ ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 8 മണി 8:30 വരെ ഉറങ്ങി രാവിലെ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഫുഡും കഴിച്ച് പിന്നെ സിനിമ കാണണമെന്നുണ്ടായിരുന്നു. സിനിമ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം പോയി. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളൂ വീട്ടിൽ, തന്നെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിയും. പക്ഷെ നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ
പ്രത്യേകിച്ച് ഈ ലീവൊക്കെ കിട്ടി എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂറാവും ഫുഡ് ഉണ്ടാക്കാൻ. അവിടെ പോയി വർത്താനം പറയും, പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്ന സാധനം ഇടും, പിന്നെ അവിടെ പോകും, പിന്നെ ഇവിടെ വരും. ഫുഡും നന്നാവില്ല, എന്നാൽ സമയത്തിനൊട്ട് തീരത്തുമില്ല. ഇങ്ങനെയാണ് പരിപാടി. ആ രാവിലെ പോയിട്ട് വന്നൊരു 10 മണി തൊട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണ കാര്യം പറഞ്ഞ് അവിടെ ഫോണിലും തോണ്ടി ടി വിയും കണ്ട് അതിനിടയ്ക്ക് ഒരു ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ശരിക്കും എടുത്തില്ല. കാരണം ഇപ്പം പണ്ടത്തെ ആ ഒരു എല്ലാം പോകുമ്പോൾ അങ്ങ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ചിന്തയൊക്കെ അങ്ങ് മാറിയിട്ടോ. നമ്മൾ മാക്സിമം ടൈം എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഇതിലോട്ട് എൻ്റെ ഫോക്കസായി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും ഓടി ഒന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കുക. പക്ഷെ ഇപ്പം അത്ര ഇൻട്രസ്റ്റ് ഒന്നും എനിക്കില്ല. തൽക്കാലം തട്ടിമുട്ടി വീഡിയോ ഇടണമല്ലോ എന്നുള്ളൊരു ആക്രാന്തത്തിൽ ഓൺ ചെയ്ത് വെക്കുമെന്നേ ഉള്ളൂ. അതെൻ്റെ വീഡിയോസ് കാണുമ്പോഴേ മനസ്സിലാക്കി എന്തൊക്കെയോ കാണിക്കുന്നത്, യാതൊരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല. എന്തിനാ വെറുതെ, നമുക്കതൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കുറേ കൂടി കൂടുതലായിട്ട് നമുക്കതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും റൂമിൽ കുറച്ച് അലുങ്കുലുത്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊരു ഫുഡൊക്കെ കഴിച്ചൊരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും പുറത്ത് തട്ടി. നമ്മളൊരു 5:30 ആയപ്പോഴേക്കാണ് ഇവർ വന്നെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ ഇവർ വന്ന് സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പിന്നെ പൊടിയായി, അതെല്ലാം അടിച്ചു തുടച്ചു. പിന്നെയാണ് നമ്മുടെ ഇവിടെ കുറച്ച് പെട്ടിയും ബോക്സുകൾ കുറച്ചിരിക്കുന്നുണ്ട്. ലാപ്പിൻ്റെ ബോക്സും പിന്നെ ഡ്രസ്സ് മേടിച്ചതിൻ്റെയും അങ്ങനെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചേട്ടനെ കൊണ്ട് എടുപ്പിച്ച് പുറത്ത് കൊണ്ട് കളഞ്ഞു. പിന്നെ റൂം ഓൾറെഡി ആ ഒരു വിൻഡോയുടെ സൈഡൊക്കെ എനിക്ക് ഒന്നുകൂടി ക്ലീൻ ആക്കണമെന്നുണ്ട്. പക്ഷേ ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ അങ്ങോട്ട് വരുന്നില്ല. പണ്ടൊക്കെ ആയിരുന്നൊക്കെ എനിക്ക് ഭയങ്കര ഐഡിയ ആയിരുന്നു. ഇപ്പം എൻ്റെ ഐഡിയ ഒന്നും വർക്കാവുന്നില്ല. റൂമിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്നുള്ളത്. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ പിന്നെ സമയം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ ആകെ കൂടി പിന്നെ എൻ്റെ റൂമിൽ ഒട്ടിച്ച് വെച്ചേക്കുന്ന കുറച്ച് ഈശോയുടെ ഫോട്ടോസും പിന്നെ എൻ്റെ മോളുടെ ഫോട്ടോസും കേട്ടോ. കാരണം ഇതിവിടെ വന്ന സമയത്ത് ഞാനാണെങ്കിൽ ഫോൺ എടുക്കും, കൊച്ചിൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും. ഫോൺ എടുത്ത് ഇങ്ങനെ ഫോട്ടോ മാത്രമല്ല വീഡിയോ കണ്ട് അവിടെ കിടന്ന് കരഞ്ഞ് കാറിക്കൊവിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു വാളിൽ പ്രിൻറ്റ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ പോയി നോക്കിയാൽ മതി. ഇതിന് ആവശ്യമില്ലാതെ വീഡിയോസൊക്കെ കണ്ട് വിഷമിച്ച് കരയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്തു കേട്ടോ. മാക്സിമം ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യാറില്ല, അവളുടെ ഫോട്ടോസും ഞാൻ നോക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓരോ ഫോട്ടോയ്ക്കും കുറേ മെമ്മറീസ് ഉണ്ടാവുമല്ലോ. ഒരു ഫോട്ടോ കാണുമ്പോൾ അത് എടുത്ത സമയവും നമ്മളത് എപ്പോഴാണ് നമ്മൾ എടുത്തത്, അപ്പോൾ എന്തൊക്കെയാണ് നടന്നത്, അങ്ങനത്തെ ഓരോ മെമ്മറീസ് ഉണ്ടാവുമല്ലോ ഓരോ ഫോട്ടോയിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വീണ്ടും ഭയങ്കര സങ്കടം, നാട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ആ ചിന്ത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയെങ്കിലും തികച്ച് 1-2 വർഷം നിൽക്കാനുള്ളൊരു മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഗാലറി അങ്ങനെ തപ്പി അവളുടെ ഫോട്ടോസൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ അവളുടെ ഫോട്ടോസ് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ കുറവ്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാറുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ACൻ്റെ ആ ഒരു പോർഷനൊക്കെ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ വോൾ സ്റ്റിക്കർ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ഭയങ്കര വൃത്തികേടാണ്. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. വൃത്തികേടൊന്നും മാറിയിട്ടില്ല. പക്ഷെ നമ്മളിത് ഈ വീട് എടുക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര പൊടിയും ഈ വിൻഡോ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തേക്കും. അതെനിക്ക് അങ്ങനെ അത് ക്ലോസ് ചെയ്തിടാൻ എനിക്കിഷ്ടമില്ല. നല്ല പൊടിയായിട്ടുള്ള ഏരിയ ആണെങ്കിലും ജസ്റ്റ് എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒരു ശുദ്ധവായു കയറണം, ശുദ്ധവായു അല്ലെങ്കിൽ ആ സൺലൈറ്റൊക്കെ കിട്ടണം എന്നുള്ളൊരാഗ്രഹമില്ല. അങ്ങനെ ഞാൻ വെച്ചതാട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിൻഡോ മാറ്റുകയും ചെയ്യാം, എന്നാൽ വൃത്തികേട് മാറിക്കിട്ടും. പിന്നെ തുറന്നിടാൻ പറ്റില്ല, വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ എപ്പോഴും പൊടിയാണ്. ഞാൻ ആഴ്ചയിലൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രം രണ്ടും തുറന്നിട്ട് പൊടിയൊക്കെ ഒന്നായിട്ട് തട്ടിയിടാറുണ്ട്. എനിക്കെപ്പോഴും ഞാൻ നിൽക്കുന്ന റൂമിൽ സൺലൈറ്റ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് തരണം, അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് അടച്ച് പൂട്ടിയെടുത്ത് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ ഫീൽ ചെയ്യും. എന്തോ എപ്പോഴും ഒരു വെളിച്ചം കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ഒരു റൂമിൽ എനിക്ക് നന്നായിട്ട് വെളിച്ചവും കിട്ടും. അതിപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇട്ടേന്നുണ്ടെങ്കിലും പകലൊക്കെ നല്ല വെട്ടമാണ്, ലൈറ്റൊന്നും ഇടണ്ട. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഒരു പഴയൊരു സെറ്റപ്പ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഇവിടുത്തെ പെയിൻറ്റും കാര്യങ്ങളും ഇവിടുത്തെ വാളൊക്കെ ആണെങ്കിലും ഭയങ്കര പഴയതുപോലെയാണ്. എന്നാൽ ഞങ്ങൾ മുന്നേ നിന്ന റൂമിൽ കുറച്ചുകൂടി നല്ല വാളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ടൈൽസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ പക്ഷേ സ്പേസ് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ചെറിയ റൂമാണ്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് മാറിയതാണ്.
ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കുട്ടീനെയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് നടക്കാനൊക്കെ ഓടിക്കളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം എനിക്കിതിനകത്ത് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ മാറിയതാണ്. റൂം മാറലും വളരെ വലിയ ചടങ്ങാണ്. എന്നാലും ഇപ്പോൾ ഒരു വട്ടം നമ്മൾ മാറി നല്ലൊരു റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ മാറണ്ടല്ലോ കുറേ നാളത്തേക്ക്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മാറി ഇത്രയും സാധനമൊക്കെ മേടിച്ച് വെച്ചത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു വർഷം നിൽക്കുള്ളൂ, അതിനിപ്പുറം പോകുമെന്ന് പറഞ്ഞാൽ വന്നേ. പക്ഷേ ഗ്രാജുവലി എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. കുറച്ച് നാളത്തേക്ക് ഒരു 5-6 വർഷത്തേക്ക് നിൽക്കണമെന്നൊക്കെ ഉണ്ട്, അറിയില്ല. എനിവേ നമ്മൾ അതൊക്കെ മാറ്റി പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം പുതിയതൊക്കെ വിരിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ കുളിയും കൂടെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഫുൾ വ്ലോഗായിട്ട് ഒരു ദിവസം ഇടാം. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗദിയിലല്ലേ വർക്ക് ചെയ്ത്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇടുവാണെങ്കിൽ കാണാൻ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ മടിയായി. ഈ വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ ഇത്ര വീഡിയോസ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കും. ഭയങ്കര നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുക ഇവർ വെറുതെ വീഡിയോ ഇട്ട് കാശ് മേടിക്കുക, ഫേമസ് ആയിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ നടക്കണ വഴിക്കൊക്കെ ഈ ക്യാമറയും പൊക്കി പിടിച്ച് ഇതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ, കൂടിപ്പോയി ഒരു അരമണിക്കൂർ. പക്ഷെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത് നല്ലത് നോക്കി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് മ്യൂസിക് ഇട്ടൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കയ്യിൽ കിട്ടുന്ന ആ ഒരു ഔട്ട്കം ഉണ്ടല്ലോ, അത് നമ്മൾ കാണുമ്പോൾ വെറുതെ സിമ്പിൾ, പക്ഷെ അവർക്ക് അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഭയങ്കരമാണെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ടിങ്ങിലൂടെ മനസ്സിലായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു. പറയുന്ന ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എത്ര പെട്ടെന്ന് നല്ലൊരു ദിവസം പോയത്. രാവിലെ എഴുന്നേറ്റതേ ഓർമ്മയുള്ളൂ. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിച്ച് ഫുഡും കഴിച്ച് സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് സുഖമായിട്ട് കിടന്നുറങ്ങും. എത്ര പെട്ടെന്ന് ഒരു ദിവസം പോയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ.